വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശിവനെ കാണാത്തത് കൊണ്ട് രാഘവൻ നേരെ അങ്ങോട്ട് ബഹളം കൂട്ടുകയാണ്. വിഷ്ണു എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ആ കുഞ്ഞിപ്പോൾ അങ്ങോട്ട് വരും, മര്യാദയ്ക്ക് കിടക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇല്ലെന്നും പറഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ശിവനാണെങ്കിൽ മരുന്നൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അന്നേരം എൻ്റെ കുഞ്ഞെ ഈ രാഘവൻ സാർ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല, എഴുന്നേറ്റ് പോവുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തായത് കൊച്ചു കുട്ടികളെ പോലെ അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന് അങ്ങോട്ട് വെച്ചേര് എന്ന് പറയുന്നുണ്ട്. അന്നേരം പിള്ള ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ കണ്ടാലല്ലേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല, റിസൾട്ട് കാണിച്ചാൽ ഉടനെ പോകാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിള്ളയോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരിടം വരെ പോകണം, അച്ഛനൊന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അതിപ്പോൾ പറ്റുമെന്ന് തോന്നില്ല എന്നൊക്കെ പിള്ള പറയുകയാണ്. അന്നേരം രാഘവൻ നായരോട് എന്തുവാടാ എന്ന് ചോദിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ അത് ഞാൻ കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുകയാണ്. അന്നേരം അത് പറ്റില്ല, ഡോക്ടർ ഇപ്പോൾ വരും, അച്ഛൻ ഇവിടെ വേണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് കമല ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം ദേ കണ്ടില്ലേ, പൈസ തരാനുള്ളവരാണ് വിളിക്കുന്നത്, ഞാൻ ചെന്നില്ലെങ്കിലേ പൈസ കൊണ്ട് അവരങ്ങ് പോകുമെന്ന് പറയും. ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുമോ, എങ്കിൽ പിന്നെ പോയിട്ട് വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് വരണേടാ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശിവൻ ഫോണും കൊണ്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം പൈസയുടെ കാര്യമല്ലേ, പോയിട്ട് വരട്ടെ എന്നിങ്ങനെ രാഘവൻ നായർ പറഞ്ഞിട്ട് അവൻ വരുമോ ഇപ്പോൾ വരുമോ എന്നൊക്കെ വീണ്ടും പിള്ളയോട് തിരക്കുന്നുണ്ട്. അന്നേരം പിള്ള സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് കമലിനോട് ഫോൺ എടുത്തിട്ട് ശിവൻ പറയുന്നുണ്ട്, ഞാൻ ദേ എത്തിയെന്ന് പറയുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയെന്ന് പറയുമ്പോൾ ആശാനെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആശാൻ്റെ പെങ്ങളെ ആ പയ്യനെയും സോമശേഖരൻ വന്ന് അറസ്റ്റ് ചെയ്തിപ്പോൾ കൊണ്ടുപോകാൻ പോവുകയാണ്, പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശിവനാണെങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കമലിനാണെങ്കിൽ. അങ്ങനെ ഒരു തരത്തിൽ നീ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്, ഞാൻ ദാ എത്തി എന്ന് പറഞ്ഞിട്ട് ശിവൻ വിഷ്ണുവിൻ്റെ ആ ഒരു ജീപ്പ് എടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ സോമശേഖരനാണെങ്കിൽ അവർ രണ്ടുപേരെയും ചന്ദ്രയും പ്രകാശനും ജീപ്പിലേക്ക് കയറ്റി കഴിഞ്ഞിരുന്നു. അന്നേരം പെങ്ങളാണ് സാർ, പെങ്ങൾ തന്നെയാണെന്നൊക്കെ കമലൻ ചെന്ന് പറയുമ്പോൾ നിൻ്റെ ആശാൻ അല്ലെങ്കിൽ ഒരു കൊമ്പ് കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൊമ്പ് ഞാൻ ഒടിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം കോൺസ്റ്റബിൾ ആ ഫോട്ടോ എടുത്തത് കാണിക്കുന്നുണ്ട് ഫോണിൽ. അന്നേരം കണ്ടോ, ഇതൊരെണ്ണം മതി അവനെ പൂട്ടിക്കാനായിട്ട്. എന്നിട്ട് ആ ഹോട്ടലിലെ ആ ഒരു ജീവനക്കാരോടും കാണിക്കുന്നുണ്ട്, അവൻ്റെയൊക്കെ പട്ടാപ്പകലൊരു അനാശാസി, ഹോട്ടൽ ഞാൻ പൂട്ടിച്ചേരാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പോവുകയാണ്. കമല എത്ര തടഞ്ഞിട്ടോ തടയാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം കമല എന്നും പറഞ്ഞൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ശാലിനി ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാരിക അവിടെ ഹോട്ടലിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യുകയാണ്. ശ്യാമയാണെങ്കിൽ അവിടെ ഉമ്മർത്തുന്നുണ്ട്, തുണി എന്തോ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി വരുന്നത് കണ്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാരികയാണെങ്കിൽ ഹോട്ടലിൽ നോക്കി ചിരി ഇങ്ങനെ വരുത്തുന്നുണ്ട്. പക്ഷേ ശ്യാമ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ജോലി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാരികേച്ചി ഇപ്പോഴും ഹോട്ടലിൽ തന്നെ പണിയെടുക്കുകയാണോ ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്, എനിക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ഒന്നിച്ച് നോക്കാനായിട്ട് പറ്റില്ലല്ലോ, അമ്മയാണെങ്കിൽ ഏത് സമയം അവിടെ കുഞ്ഞേച്ചിയുടെ കൂടെ തന്നെയാണ്, എല്ലാം കൂടെ നടക്കണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ആ ഉമ്മർത്തെ ആ കൈവരിലേക്ക് ഇരുന്നിട്ട് അതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം അതിവിടെ നല്ലോണം കാണാനും ഉണ്ട്. ഹോട്ടലിൽ ഇപ്പോൾ പഴയതുപോലെ കച്ചവടമൊന്നുമില്ല, പിന്നെ സ്ഥിരം പോകുന്ന കുറേ ഊണുണ്ട്, അതങ്ങ് പോകും, ചായ കുടിക്കാൻ വരുന്നവരുടെ എണ്ണം വലിയ എണ്ണാവുന്നത് മാത്രമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഇങ്ങോട്ട് വരും, ഞാൻ സാധാരണ വരുമ്പോൾ ഉമ്മറത്തേക്ക് ഓടി വരാറുള്ളതാണല്ലോ എന്ന് പറയുമ്പോൾ അമ്മ എവിടെ ഇല്ല, മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോയിരിക്കുകയാണ്, മുറിയൊക്കെ പൂട്ടി സീൽ ചെയ്താണ് പോയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം സീൽ ചെയ്ത് പോയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അല്ലാതെ പിന്നെ സംശയം ഉണ്ടെങ്കിൽ ദേ ശാരിക ചേച്ചിയോട് ചോദിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ ശാരിക അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അമ്മ ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല, എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, നമ്മളും അമ്മയുടെ മക്കൾ തന്നെയല്ലേ, തവിട് കൊടുത്തോ പിണ്ണാക്ക് കൊടുത്തോ എന്ന് വാങ്ങിയതല്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളെങ്ങനെ മറയ്ക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതായിരിക്കും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ കുഞ്ഞേച്ചി ഇങ്ങോട്ട് എണീച്ച് വന്നേന്നും പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ശാലിനിയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ദേ കണ്ടോ, നമ്മൾ പറഞ്ഞ കള്ളമാണെങ്കിൽ ദേ നോക്കുമെന്ന് പറയുമ്പോൾ ശാരിക റൂമിങ്ങനെ തള്ളി നോക്കുന്നുണ്ട്. അന്നേരം തള്ളി നോക്കണ്ട, താക്കോല് അമ്മയുടെ കയ്യിലാണെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് എന്ത് നിധിയാണ് ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ പറയുകയാണ്, ഞങ്ങളിൽ നിന്ന് എന്താണ് ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ശാലിനിയാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഉമ്മറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിന്നാലെ ശാരികയും ശ്യാമയും കൂടി വരുന്നുണ്ട്. അന്നേരം പറയുകയാണ്, എല്ലാവർക്കും വീടും അഡ്രസ്സും ഒക്കെയായി, ഇപ്പോൾ ഞങ്ങളാണല്ലോ ഒന്നുമില്ലാതെ ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തന്നങ്ങ് മാറ്റുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. പിന്നെ മനസ്സിലാവാനായിട്ട് ഒന്നുമില്ല, ഈ വീടും പറമ്പും ഞങ്ങളുടെ പേരിലേക്ക് എഴുതിത്തരണം, രോഹിത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, അപ്പോൾ വീടുണ്ടെങ്കിൽ രോഹിത്തിന് അതൊരു ഇതാവുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പറഞ്ഞത് നന്നായി, അപ്പോൾ അതാണല്ലേ നിങ്ങളുടെ ആവശ്യം, ഞാൻ എന്തായാലും അമ്മയോട് സംസാരിക്കാം എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. പക്ഷേ ശാലിനി ആകെ എല്ലാം വിഷമിച്ച് തളർന്നാണ് ശാലിനി വരുന്നത്. ശാലിനിയുടെ ആ ഉള്ളിയുടെ ഒരു സങ്കടം, വിഷ്ണു മരിച്ചു എന്നുള്ളൊരു ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല, അവരുടെ കാര്യം നോക്കി ആണ് പറയുന്നതൊക്കെ. ഈ സമയത്ത് ശാരദാമ്മയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ഓട്ടോയിൽ എത്തുന്നുണ്ട്.
അന്നേരം ശാരിക പറയുന്നുണ്ട്, നീ അമ്മയോട് സംസാരിക്കുക, ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമയും വിളിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാരദാമ്മ വന്നിട്ട് നീ ഇത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുറച്ച് നേരമായി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ വന്ന് കയറിയപ്പോൾ അമ്മ പറയാതെ വന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കയറിയപ്പോൾ ഒരുപാട് പരിഭവങ്ങളും ഒക്കെ ആയിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വീടും ഹോട്ടലും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണ്ടേന്ന് പറയുകയാണ്. അന്നേരം അമ്മ എന്തിനാ മുറിയൊക്കെ പൂട്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരതിനെപ്പറ്റി പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഞാൻ വെറുതെ എന്ന് പറയുമ്പോൾ പറഞ്ഞു കാണും, അല്ലാതെ അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അവർക്ക് വീടും പറമ്പിൻ്റെ ഇതിൻ്റെ വീതം കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ അപ്പോൾ നിനക്കിതിൻ്റെ വീതം വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെ മുറിയൊക്കെ പൂട്ടി പോകുന്നത് കൊണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അപ്പോൾ നിനക്കും അത് അറിയണം അല്ലേ, അറിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വന്നേന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് ശാരദാമ്മ റൂമിനകത്തേക്ക് കയറിയിട്ട് അകത്തുനിന്ന് കതവും കുറ്റിയിടുകയാണ്. എന്നിട്ട് അലമാരിയും താക്കോലിട്ട് തുറന്നിട്ട് അതിൽ ആ ചിതാഭസ്മം ഇരിക്കുന്ന കാണുന്നുണ്ട്, കവർ ഇരിക്കുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ട്. ഇതവിടെ ഇരുന്നാൽ ഇത് നോക്കി ഇരുന്ന് കരഞ്ഞ് നീ നിൻ്റെ സങ്കടം അത് ബാക്കിയുള്ളവരെ കൂടി അറിയിക്കും. ഇനി ഒരു മരണം കൂടി ആ വീട് താങ്ങാനുള്ള കഴിവില്ല. ഇനി സമയവും കാലവും ഒക്കെ നോക്കി ഇത് ഏതെങ്കിലും പാപനാശിനിയിൽ ഒഴുക്കണം, വിഷ്ണുവിൻ്റെ ആത്മാവിന് ശാന്തി നൽകണം, അതേ നമുക്കിനി ചെയ്യാനുള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനി അതങ്ങോട്ട് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ശാലിനി അതങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തിനാ ഈശ്വര എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, വിഷ്ണുവേട്ടൻ മരിച്ചു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അത് ചേർത്ത് പിടിച്ചങ്ങ് കരയുമ്പോൾ ശാരദാമ്മ ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ശാരദാമ്മയുടെ നെഞ്ചിലേക്ക് വീണ് കെട്ടിപ്പിടിച്ചങ്ങ് ശാലിനി അങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. അതേസമയം സോമശേഖരനാണെങ്കിൽ ഇവരെയും കൊണ്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ശിവനാണെങ്കിൽ ഇങ്ങനെ വണ്ടി തടയുന്നുണ്ട്. അന്നേരം ശിവൻ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. സോമശേഖരൻ ഇറങ്ങുന്നുണ്ട്. അന്നേരം വണ്ടി എടുത്ത് മാറ്റിടാമെന്ന് ഇങ്ങനെ സോമശേഖരൻ പറയുകയാണ്. അന്നേരം മാറ്റുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എൻ്റെ പെങ്ങളെയും അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെയും കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോൾ പെൺവാണിഭം, അനാശാസ്യം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഒരു പിന്നെ ഹോട്ടൽ മുറിയിൽ ആണും പെണ്ണും കൂടി റൂം എടുത്താൽ അതാണെന്ന് തന്നോട് ആരാണ് പറഞ്ഞത്, അതിന് എന്തെങ്കിലും തെളിവ് തൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം അവർ പിന്നെ റൂമെടുത്ത് കഥ അടച്ചത് പിന്നെ എന്തിനാണ്, ആഗോള താപനിലയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണോ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇതിന് അതൊക്കെയാണോ എന്നൊക്കെ ഇങ്ങനെ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവരുടെ വിവാഹം ഇന്ന് നടത്താനിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ അവരെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ അങ്ങനെ പോലീസിൻ്റെ വാക്ക് ധിക്കരിച്ച് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇനി അതങ്ങോട്ട് കാണിക്കടാ, നീ ആ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ തലതെറിച്ച മകനാണെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ അങ്ങോട്ട് കാണിക്കുമെന്ന്, എങ്കിൽ യൂണിഫോമിൻ്റെ വില നീ അറിയുമെന്ന് പറയുകയാണ്. അന്നേരം കാക്കി ഇട്ടുകൊണ്ട് വെറുതെ എന്നെ ചൊറിയാനായിട്ടിരിക്കല്ലേ, അത് യൂണിഫോമൊക്കെ ഞാനങ്ങോട്ട് മറക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കാണിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മുട്ടിൻ്റെ ചിരട്ട അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് സോമശേഖരൻ വെല്ലുവിളിക്കുമ്പോൾ ശിവനാകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അന്നേരം എന്നാൽ പിന്നെ നീ അതിന് തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ജീപ്പിൻ്റെ ആ ഡോറ് തുറന്നിട്ട് ചന്ദ്രയും പ്രകാശിനെയും പിടിച്ചിറക്കിയിട്ട് വണ്ടിയിലോട്ട് കയറ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പോലീസുകാരെ ഉമ്മാക്കിയാക്കുന്നോടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് സോമശേഖരനെ എതിർക്കുമ്പോൾ സോമശേഖരനെ അടിക്കാനൊക്കെ വരുന്നുണ്ട് ശിവനാണെങ്കിൽ. അന്നേരമാണെങ്കിൽ റസാക്ക് അങ്ങോട്ട് വരികയാണ്, ബൈക്കിൽ വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനൊന്നുമല്ല, തന്നെയാണ് വരുന്നത്. അന്നേരം എന്താ ഇവിടെ ബഹളം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പെൺവാണിഭത്തിന് അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്താണെന്ന് പറയുമ്പോൾ ഇനി താൻ ആ വാക്ക് മിണ്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശിവൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരം നിയമം കയ്യിലെടുക്കാൻ നോക്കുകയാണോ എന്നിങ്ങനെ റസാക്ക് ചോദിക്കുമ്പോൾ അത് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ വെറുതെ പോലീസുകാർ ജനങ്ങളുടെ മേലെ കയറിയാൽ കൈയും കെട്ടി നോക്കി നിൽക്കത്തൊന്നുമില്ല. ഇതെൻ്റെ പെങ്ങളാണ്, പെങ്ങളെ എന്തിനാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് ചോദിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും വിവാഹമാണെന്ന് ഉച്ചയ്ക്ക്, അത് അപ്പോഴാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ റസാക്കിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ അച്ഛൻ മഹേന്ദ്രനാണെങ്കിൽ രാവിലെ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈൻറ്റ് തന്നിരുന്നു, മകൾ മിസ്സിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇവരെ എന്തായാലും ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നീ പണ്ടത്തെ ആ ഒരു ഇയാളാണ് അതിനുള്ള ഇത് കാണിച്ചിരിക്കുന്നത്, വെറുതെ കേസ് വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. പണം പലിശയ്ക്ക് എടുത്തിട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ പലിശയില്ല, പണവുമില്ല. പിന്നീട് 2 അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇയാളുടെ ഭാര്യയാണെങ്കിൽ താലിമാല ഊരി തരികയാണ് ചെയ്തത്. അത്രത്തോളം ഉണ്ടെങ്കിൽ ഇയാൾ എങ്ങനെയായിരിക്കണമെന്നറിയാമല്ലോ. പിന്നീട് ചോദിച്ചു, അതിനുള്ള ന്യായം അയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചതൊന്നും കൊടുത്ത് ശീലമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സോമശേഖരൻ ഇങ്ങനെ തല ഒന്നിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പെൺവാണിഭം എന്നൊക്കെ പറയുമ്പോൾ ശിവനാണെങ്കിൽ ഇങ്ങനെ മുട്ടുവെച്ച് ഇടിക്കാൻ നോക്കുന്നത്. ഇനി താൻ ആ വാക്ക് മിണ്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ
ഞാനിതങ്ങോട്ട് ഞാൻ പോലീസാണെന്നുള്ളതൊക്കെ ഞാനിങ്ങോട്ട് മറക്കും എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം മതി നിർത്ത് എന്നിങ്ങനെ റസാക്ക് പറയുന്നുണ്ട്. എന്നിട്ടാണ് നിൻ്റെ അച്ഛൻ സ്റ്റേഷനിൽ നിന്ന പരാതി ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവരെ സ്റ്റേഷനിൽ എത്തിച്ചേ മതിയാകൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവർ പ്രായപൂർത്തിയായവരാണ്, ആണും പെണ്ണും. അവർക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കുക തന്നെ ചെയ്യാം, അതിന് നിയമം ഒരു തടസ്സവുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിവാഹം നടത്താൻ പോകുന്നതല്ലേ ഉള്ളൂ, നടന്നിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി തീരുമാനിക്കേണ്ടത് നിൻ്റെ അച്ഛനാണ്, മാണിക്കോത്ത് മഹേന്ദ്രനാണ്. എനിക്ക് എന്തായാലും ഇവരെ കൊണ്ടുപോയേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ റസാക്കെ ആ ഒരു പഴയത് നീ വീണ്ടും കാണിക്കരുത്. പണ്ട് കോളേജിൽ വെച്ച് ഞാൻ നിനക്ക് തന്നതിനൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതിനെൻ്റെ കത്തി കയറിയത് നിൻ്റെ ഇടത് തുടയിലാണോ വലത് തുടയിലാണോ എന്നുള്ളത് നീ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ കൊണ്ടുപോയിരിക്കും, ഇനി നിൻ്റെ അച്ഛനെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, നിനക്കൊന്നും അതിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് തറുതട്ടനെ അവിടെ റസാക്ക് നിൽക്കുകയാണ്. അപ്പോൾ ശിവനവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുമില്ല. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശിവൻ്റെ വാക്ക് ധിക്കരിച്ച് ശിവനെ ഒന്നും ചെയ്യാൻ പറ്റാതെ തന്നെ ഇരിക്കും. റസാക്കാണെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുശേഷം കാണിക്കുന്നത് അവിടെ പിള്ളയാണെങ്കിൽ ബില്ലടച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ റൂമിലാണെങ്കിൽ രാഘവൻ നായരില്ല. രാഘവൻ സാറേ എന്ന് വിളിച്ചുകൊണ്ട് പിള്ളയാണെങ്കിൽ അവിടെ മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അതേസമയം രാഘവൻ നായരാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. രാഘവൻ നായർ അവിടെ പോയൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇനി സ്റ്റേഷനിലെത്തുമ്പോൾ ആ ഒരു മഹേന്ദ്ര തീരുമാനം എന്താകും എന്നുള്ളതാണ്. മിക്കവാറും മഹേന്ദ്രനാണെങ്കിൽ ചന്ദ്രയുടെ ആഗ്രഹം നടത്തി കൊടുക്കാം എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. പക്ഷേ അതിന് സ്നേഹത്തോടെയാണോ വാശിയോടെയാണോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.